ആരാണ് എഞ്ചിനീയർ ആവാൻ ആഗ്രഹിക്കാത്തത്? പക്ഷേ വലിയ വില കൊടുക്കേണ്ടി വരും. വലിയ വില. DTU യൂണിവേഴ്സിറ്റി IIT സ്റ്റാൻഡേർഡാണ്. നിങ്ങൾ ഒരു സെമസ്റ്ററിൽ എഴുതുന്ന പരീക്ഷകളുടെ എണ്ണം കണക്കിലെടുത്താൽ അതുതന്നെ മതി നിങ്ങളെ എഞ്ചിനീയർ ആക്കാൻ. ഒരു മുഴുത്ത എഞ്ചിനീയർ. സാറേ, ഞാൻ ചോദിക്കുന്നത് എന്താ അറിയൂ, ഇത്ര ബിൽഡപ്പ് ഒക്കെ വേണോ? സിമ്പിളായിട്ടുള്ള സ്കിറ്റൊക്കെ പോരെ? സോറി, സിമ്പിളായിട്ടുള്ള ഞാൻ പറഞ്ഞൂടാ. അല്ല, ഈ സിമ്പിൾ ഡയലോഗ് ഉള്ളത്, ചെറിയ ചെറിയ കോമഡി ഒക്കെ ഉള്ളത് പറ്റില്ലേ? പറ്റുമായിരിക്കും, പക്ഷെ ഞങ്ങൾക്ക് ഈ പാടുള്ളത് പറ്റൂ. സുഹൃത്തുക്കളെ, DTUവിനെതിരെയുള്ള നാടകത്തിന്റെ റിഹേഴ്സൽ ക്യാമ്പിലേക്ക് സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. അടി DTU കൂട്ട സപ്ലൈ. റെഡിയാണോ? എല്ലാ ആൾക്കാരും റെഡിയാണോ? പുതിയ ആൾക്കാരും റെഡിയാണോ? രംഗത്ത് VC വരട്ടെ. എന്ത് ഫ്യൂസ് ഊരട്ടെ എന്നാ? ഫ്യൂസ് അല്ലടേ, VC ഉരട്ടെ. അല്ല, തെറ്റിപ്പോയി. VC വരട്ടെ. ഇങ്ങോട്ട് വാടാ. അല്ലടാ, അങ്ങോട്ട് പോ. അവിടെ അല്ലടോ, ഇങ്ങോട്ട് പോ. നേരെ നോക്ക്. എന്റെ നേരെയല്ല, ഓഡിയൻസ് നേരെ നോക്ക്. അയ്യോ, VC ഉലാത്തുന്നു. എന്തോന്ന് VC ഒലത്തുന്നു? ഒലത്തുന്നു അല്ലടേ, ഉലാത്തുന്നു എന്ന് വെച്ചാ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. ഓഹോ, അതിനെയാണ് ഈ ഒലാത്തുന്നു എന്ന് പറയുന്നത്. കലക്കി. നീ പറയരുത്. രജിസ്ട്രാർ രാധയെ വിളിക്കടാ. പഴയ പറഞ്ഞോടാ, മീൻകാരന്റെ മോനെ വിളിക്കണ്ടെന്ന്. ഇങ്ങനെയല്ലടോ, നാടകത്തിന്റെ ശൈലിയിൽ 3 പ്രാവശ്യം വിളിക്കേ. രാധേ. ശബ്ദ ഗാംഭീര്യത്തോടു കൂടി വിളിക്കടോ. രാധേ. ആ, രാധ എന്ന് പറഞ്ഞു. ഇതാണ് രാധ. VC രാധയെ തുറച്ചു നോക്കട്ടെ. ഓഹോ, തുറച്ചു നോക്കിയിരിക്കുന്നു. VC ചോദിക്ക്. ആദ്യത്തെ ഡയലോഗ് പോരട്ടെ. അയ്യോ, അത് മറന്നു. ഓ, ഇപ്പൊ ശരിയാക്കി തരാം. സുമതല എവിടെ? ഇവിടെ എവിടെയോ അലഞ്ഞു തിരിഞ്ഞ് നടക്കണ കണ്ട്. വന്നല്ല വനമാല. സിലബസ്. വേണ്ട, എന്നെ പഠിപ്പിക്കണ്ട. നിങ്ങളിൽ ആർക്കാ നന്നായി സിലബസ് ഇടാൻ അറിയാവുന്നത്? എനിക്ക് ഒട്ടും അറിയില്ല. അവനെ നല്ലപോലെ അറിയാം. അവൻ ഇട്ടോട്ടെ. വേണ്ട, ഇത് കൊറേ അങ്ങോട്ട് ഇടാനുണ്ട്. നീ തന്നെ ഇട്ടാ മതി. ഇട്ട് പഠിക്കട്ടെ. കർത്താവേ. അടുത്തത്. ശരി. ഉലാത്ത്. ആട്ടെ, നിങ്ങളിൽ ആർക്കാ നന്നായി കോഴ്സ് കലണ്ടർ ഇടാൻ അറിയുന്നത്? എനിക്ക് നന്നായി അറിയാം. അവനെ ഒട്ടും അറിയില്ല. ഞാൻ പഠിപ്പിക്കാം. വേണ്ട, IIT സ്റ്റാൻഡേർഡുള്ള യൂണിവേഴ്സിറ്റിയാ. നീ തന്നെ ഇട്ടാ മതി. തിരുമ്പ പണിതരാൻ ഞാൻ എന്താ കുപ്പിന്ന് വന്ന പൂത. രാധപോ. രാധയുടെ ഡയലോഗ് കഴിഞ്ഞു. രാധപോ. രാധയുടെ ഡയലോഗ് കഴിഞ്ഞു. രാധപോ. VC സുമലതയെ ചേർത്ത് നിർത്തട്ടെ. അയ്യടാ, ചേർത്ത് നിക്കേ. യവനെ ചേർത്ത് നിർത്ത്. ഡയലോഗ്. ആരും അറിയരുത് നീ ആ ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ടതെന്ന്. അതിന് ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ടില്ലല്ലോ. നീ ക്വസ്റ്റ്യൻ പേപ്പർ ഇടുമല്ലോ. ഇടണ? പിന്നെ നിന്നോട് ഇത്ര ഞാൻ എന്താ പറഞ്ഞോണ്ടിരുന്നത്? ക്വസ്റ്റ്യൻ പേപ്പർ? അതെ, ആ ക്വസ്റ്റ്യൻ പേപ്പർ നീ തന്നെ ഇടണം. അത്രേ ഉള്ളൂ. അത് ഞാൻ ഏറ്റു. ആരും അറിയരുത് അത് നീയാ ഇടുന്നതെന്ന്. എന്റെ കയ്യിലില്ലല്ലോ, ഞാൻ ഇട്ട് കഴിഞ്ഞില്ലേ. എങ്കിലും നീയാണല്ലോ അത് ഇടുന്നത്. ഇട്ട് കഴിഞ്ഞ പിന്നെ എന്റെ കയ്യിൽ കാണൂല്ലല്ലോ. എടാ കഴുതേ, ക്വസ്റ്റ്യൻ പേപ്പർ ആരുടെ കയ്യിലാണെന്ന് നിനക്ക് അറിയില്ലേ? എന്റേലല്ലേ, പിന്നെ ഞാനത് ഇടുമല്ലോ. അപ്പൊ എന്റെ കയ്യിലില്ലല്ലോ. ഇപ്പൊ ക്വസ്റ്റ്യൻ പേപ്പർ ആരാ ഇടുന്നത്? ഞാൻ. അത് മതി. പോ. അപ്പൊ ക്വസ്റ്റ്യൻ പേപ്പർ ഇടണ്ടേ? ഇടണം. അതാണ് പറഞ്ഞത്. നീയാണ് ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്നത് ആരും അറിയരുതെന്ന്. ഞാൻ ഇട്ട് കഴിഞ്ഞല്ലോ. അപ്പൊ ആർക്കും അറിയില്ലല്ലോ അത് ഞാനായിട്ടേന്ന്. ഇറങ്ങി പോടാ. നിന്നെയൊക്കെ ക്വസ്റ്റ്യൻ പേപ്പർ ഇടാൻ വിളിച്ചാൽ എന്നെ പറഞ്ഞാൽ മതിയല്ലോ. വെറുതെ അല്ല പിള്ളേരൊക്കെ പറയുന്നത് DTVCക്ക് ബുദ്ധിയില്ലെന്ന്. സുമതല പോട്ടെ. സുമതല പോട്ടെ. ഏയ്, സോണിയ വരട്ടെ. സോണിയ വന്നാട്ടെ, പോന്നോട്ടെ സോണിയ. സോണിയക്ക് എന്താ ഈ വീട്ടിൽ കാര്യം?
വീടല്ല ഓഫീസ്. ഓ സോണിയക്ക് എന്താ ഈ ഓഫീസിൽ കാര്യം? സോണിയ എക്സ്പ്രഷൻ വരട്ടെ. സോണിയ എക്സ്പ്രഷൻ വരട്ടെ. സൈറ്റ് അപ്ഡേറ്റ് ചെയ്യട്ടെ? വേണ്ട. ബിടെക്കിന്റെ എക്സാം നോട്ടിഫിക്കേഷൻ വേണ്ടാന്ന്. എന്നാ എംടെക്കിന്റെ ആയാലോ? തന്നോടല്ലേ പറഞ്ഞ വേണ്ടാന്ന്. ഇയാളിത് ഡോ സോണിയ എന്നാ കുറച്ച് അപ്ഡേറ്റ് ചെയ്തേക്ക്. എംടെക്കിന്റെ എക്സാം ഡേറ്റ് ഇടാം. തന്നോടല്ലേ ഞാനൊരു 16 പ്രാവശ്യം അപ്ഡേറ്റ് ചെയ്യട്ടെ എന്ന് ചോദിച്ചേ. അപ്ഡേറ്റ് എന്നല്ലേ ഞാൻ പറഞ്ഞ, അക്ഷരം മാറിയൊന്നുമില്ലല്ലോ. എനിക്ക് എപ്പോഴും ഇങ്ങനെ ചോദിക്കാൻ പറ്റില്ല. ഞാനൊരു പഴയ എഞ്ചിനീയറാ. എന്ത് താനെന്ത് വേഷം കെട്ടെടുക്കുക? സോണിയ എന്റെ പൊന്നു ഡയറക്ടറെ, ഞാനൊരു 1000 വട്ടം ഈ വിസിയോട് ചോദിച്ചാ അപ്ഡേറ്റ് ചെയ്യട്ടെ എന്ന്. അപ്പൊ അവന്റെ അച്ഛന്റെ അതല്ല, അവന്റെ അച്ഛന്റെ കയ്യിൽ നിന്ന് മീൻ മേടിക്കണേ, എന്നിട്ട് അവൻ എന്നോട് ഇങ്ങനെ പെരുമാറണ. ചേട്ടാ ഒരു നോട്ടിഫിക്കേഷൻ. തൊട്ടപ്പുറത്തെ സൈറ്റ് നോക്കടാ. ഓരോരുത്തരന്മാര് എഞ്ചിനീയർ ആവാൻ വന്നിക്കുക. എനിക്ക് പ്രാന്തായ ഞാൻ അപ്ഡേറ്റ് ചെയ്ത് സൈറ്റ് ഹാങ് ആക്കൂട്ടാ. താൻ എവിടുത്തെ വിസി ആടോ? തനിക്ക് എംടെക് ഉണ്ടോ? താൻ സർട്ടിഫിക്കറ്റ് കാണിച്ചിട്ട് പോയാ മതി. കാത്തിരുന്ന് പുഴമിലിഞ്ഞു കടവൊഴിഞ്ഞു കാലവും കടന്നു പോയി വേനലിൽ ദലങ്ങൾ പോൽ വളകളൂർന്നു പോയി. ഏതായി വേട്ടാവളിയൻ? അത് എക്സാം കാത്തിരിക്കുന്ന ഏതോ ഒരു DT വിദ്യാർത്ഥിയാണ്. ഇജ്ജ് പോകല്ലടോ, എന്റെ റോള് തീർന്നിട്ടില്ല പഹയാ. ഡോ ഇവിടെ വന്നിക്കറോ. എവിടെ? ഇവിടേന്ന്. അതെ ഞാൻ അവിടെ നിന്നോളാം. അതെ നിന്റെ വേഷം. ഞാൻ തോക്ക് തരുന്നു, നീ വെടിവെക്കുന്നു, വീസി ചാവുന്നു. ആ ശരി. വെക്കടാ വെടി. നോക്കെവിടെ? എന്നാ പിടിക്ക്. വീസി മരിച്ചു വീഴുന്നു. അമ്മേ വീസി മരിച്ചു വീഴുന്നു. ഒറിജിനാലിറ്റി. അമ്മേ ഒറിജിനാലിറ്റി മരിച്ചു വീഴുന്നു. അട്ടഹസിക്കുന്നു. ഓ എന്തൊരു വെറുപ്പിക്കലാടോ. സ്കിറ്റ് നിർത്തി. കറക്റ്റട്ടെ. മന്ത്രിസഭ പിരിച്ചു വിട്ടിരിക്കുന്നു. എന്നാലും ആ സാധനം അവിടെ പോയി. വീഡിയോ വേണ്ടതാണല്ലോ. അണ്ണാ സ്കിറ്റെല്ലാം കഴിഞ്ഞല്ലേ? അപ്പോൾ ഇനി എനിക്ക് ഡയലോഗുകളൊന്നും ഇല്ലല്ലോ. 4:30 മീൻ വെക്കാൻ പോകാനുള്ളതാണ്. അപ്പോൾ ഞാൻ ഒന്ന് പോടോ മീൻകാരാ. കിട്ടിപ്പോയി. ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിപ്പോയി. ചെമ്പരത്തിപ്പൂവെടുത്ത് ചെവിയിൽ ചൂടുന്ന പിന്നെ നാട്ടിലെ ശശിയാകും ശശാങ്കനാകും. ചെമ്പരത്തിൽ